ഹായ് ഫ്രണ്ട്സ്, ഞാൻ വരികയാണ് നിങ്ങൾക്കൊപ്പം പഠിക്കാൻ. 8ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു. a+b the whole squared is equal to a squared plus b squared plus 2a. കേരള SCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ലെസൺ സ്ക്വയർ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ വർഗ സമവാക്യങ്ങൾ എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പാഠത്തിലെ ഭാഗങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പോകുന്നു. വർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എളുപ്പ വഴികളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ചില പ്രത്യേക സമവാക്യങ്ങളും ഇതിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 36 എന്നുള്ള സംഖ്യയുടെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് എന്നിരിക്കട്ടെ. 36 സ്ക്വയർ. ഇത് നമ്മൾ ജിയോമെട്രിക്കലായിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് വേറൊരു തരത്തിൽ എടുക്കാൻ പറ്റും. ഒരു ജിയോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ. ഇത് 30ന്റെ ഒരു സ്ക്വയർ ആണെന്ന് കരുതുക. 30ന്റെ ഒരു സ്ക്വയർ. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ ആ 30ന്റെ സ്ക്വയറിന്റെ കൂടെ 6 സ്ക്വയറും കൂടെ നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ ഇങ്ങോട്ട് 36 എക്സ്റ്റെൻഡ് ചെയ്യും, ഇങ്ങോട്ട് ഇവിടെയും 6 എക്സ്റ്റെൻഡ് ചെയ്യും, താഴോട്ട് 6 എക്സ്റ്റെൻഡ് ചെയ്യും, അതുപോലെ വലത്തോട്ടും 6 എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 30ന്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. 30ന്റെ സ്ക്വയർ നമുക്കറിയാം, 3 9 900 സ്ക്വയർ. ഇനി 6ന്റെ സ്ക്വയർ, ഇവിടെയാണ് 6ന്റെ സ്ക്വയർ രൂപപ്പെടുക. അപ്പോൾ 36 എന്ന് കിട്ടും. 6ന്റെ സ്ക്വയർ 36. ഇനി ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 6 ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് 30 ടൈംസ് ഉണ്ട്. 30 ടൈംസ് 6 ഉള്ളത് കൊണ്ട് 30 × 6 180. ഇവിടെ അതുപോലെ 30 × 6 180 എന്ന് വരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൂടെ കൂട്ടിയതിന് ശേഷം 900 പ്ലസ് 180 പ്ലസ് 180 360 പ്ലസ് 36. ആയിരത്തി 296 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതേ സമവാക്യം തന്നെ ഡെസിമൽസ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകളിൽ നമുക്ക് ഉപയോഗിക്കാം. 3.7 സ്ക്വയർ. സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഇതേ സമചതുരം എന്നുള്ള സങ്കല്പത്തിൽ എടുക്കുക. ഇത് സ്ക്വയറിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ആണ്, അല്ലെങ്കിൽ എക്സ് എന്ന് നമുക്ക് വിളിക്കാം. എക്സ്. അപ്പോൾ ഇത് എക്സിന്റെ സ്ക്വയർ ആണ്. ഇത് വൈ അല്ലെങ്കിൽ 0.7 ആണ്. 0.7 അല്ലെങ്കിൽ വൈ. നമ്മൾ വൈ എന്ന് വിളിക്കും. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത്രയാണ് കിട്ടിയപ്പോൾ നമുക്കറിയാം ഇവിടെ 0.7 ആണ്. ഇത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തും 0.7 ആണ്. അപ്പോൾ ഇവിടെ 0.7ന്റെ സ്ക്വയർ വരും. ഇവിടുത്തെ 0.7 ഇവിടുത്തെ വരും, 3 ലെങ്ത് വരും. അപ്പോൾ നീളം ഇതേ സ്ക്വയറിന്റെ തന്നെ എക്സിന്റെ തന്നെ നീളം വരുന്നു. അതേസമയം വൈയുടെ വീതിയാണ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 0.7 സ്ക്വയർ എന്ന് വരും. ഇവിടെ 0.7 ഇൻറ്റു 3 എക്സ് ആണ്. 3 0.7 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 2.1 ആണ്. ഇവിടെ അത് തന്നെ വരും, കാരണം ഇവിടെ ഇത്രയും 0.7 ആണ്. ഇത്രയും നീളം ഉണ്ട്. അത് അവിടെ എത്ര വരും? 2.1 എന്ന് പറയും. അതായത് എക്സിനെയും വൈയെയും കൂടെ ചേർത്ത് ഗുണിച്ചതാണ്. അത്
എക്സ് വൈ എന്ന് പറയും. എക്സ് വൈ എന്ന അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ എക്സ് വൈ ആണ്. അപ്പൊ രണ്ടിടത്തും എക്സ് വൈ വന്നു. ഇവിടെ ഒരു വൈ സ്ക്വയർ ആണ്. ഇവിടെ എക്സ് സ്ക്വയർ അതേപോലെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആൾജിബ്രായിക്കിലെ സമവാക്യങ്ങളെ സമവാക്യമായിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ the whole squared is equal to x squared. x squared എന്ന് പറയുന്നത് y squared എന്ന് പറയുന്നത് പ്ലസ് xy 2xy. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ x squared plus y squared plus 2xy. അത് നമ്മൾ എങ്ങനെ കൂട്ടുമെന്ന് നോക്കൂ. ഇപ്പൊ x squared നമുക്കറിയാം 9.00. ഇത് ഡെസിമൽസ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 ഡെസിമൽ പോയിന്റ് കൂടെ കൊടുക്കുന്നു. അപ്പൊ 2.1 പ്ലസ് 7 സ്ക്വയർ 0.7 സ്ക്വയർ എന്ന് പറയുന്നത് 0.49 ആണ്. 7 into 7 ഡെസിമൽ പോയിന്റ്സ് 2 ഉള്ളത് കൊണ്ട് 2 ഡെസിമൽ പോയിന്റ്സ് മാറിയിട്ട് 0.49 അതിൽ 0.49. അപ്പോൾ 9 4 2 6 9 2 12 13 13.69 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് തന്നെ ഭിന്നസംഖ്യകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഭിന്നസംഖ്യകളാണ് വരുന്നതെന്ന് കരുതുക. ഇവിടെ ഭിന്നസംഖ്യകളാണ് വരുന്നതെങ്കിൽ 1/3 ആണെങ്കിൽ 3 into 1/3 എന്ന് പറയുന്നത് 1 ആവും. ഇവിടെ 3 into 1/3 എന്ന് പറയുന്നത് 1 ആവും. 3 into 1/3 സ്ക്വയർ എന്ന് പറയുന്നത് 1/9 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 and 9 plus 1 plus 1 പിന്നീട് വരുന്നത് പ്ലസ് 1/9 ആണ്. അങ്ങനെ ആകുമ്പോൾ 11 and 1/9 എന്ന്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം.